പാറശാലയിലെ ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധി ഉടനുണ്ടാകും. ഗ്രീഷ്മയ്ക്കും മൂന്നാം പ്രതി അമ്മാവനുമുള്ള ശിക്ഷയാണ് കോടതി പറയാൻ പോകുന്നത്. പ്രതികളെ കോടതിയിൽ എത്തിച്ചു കഴിഞ്ഞു. വിവരങ്ങളുമായി അനന്തകൃഷ്ണനും അമൽ തേനംപറമ്പിലും ചേരും. ആദ്യം അമലിലേക്ക്. അമൽ, ഇപ്പോൾ അവരെ രണ്ടുപേരെയും കോടതിയിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ കോടതിയുടെ നടപടി തുടങ്ങാൻ. നടപടി തുടങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വാദങ്ങളെല്ലാം പൂർത്തിയായതുകൊണ്ട് ഇനിയിപ്പോൾ ശിക്ഷ പ്രഖ്യാപിക്കുക എന്നുള്ളത് മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ, അല്ലേ? 11 മണിക്ക് കോടതി ഇരുന്നാൽ എത്രയും വേഗം തന്നെ ഇതിലൊരു തീരുമാനമുണ്ടാകും. നമുക്കത് അറിയാൻ കഴിയും. AK സ്റ്റെഫിൻ കോടതിക്കുള്ളിലുണ്ട്. സ്റ്റെഫിൻ കൃത്യമായി തന്നെയുള്ള വിവരങ്ങൾ നമ്മളെ അറിയിക്കും. എന്തായാലും ഗ്രീഷ്മയെ അട്ടക്കുളങ്ങര ജയിലിൽ നിന്നും രാവിലെ വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. അമ്മാവൻ നിലവിൽ ജാമ്യത്തിലാണ്. നിർമ്മൽകുമാരൻ ജാമ്യത്തിലാണ്. വിധി കേൾക്കാനായി, ശിക്ഷ എന്താണ് എന്ന് കേൾക്കാനായി നിർമ്മൽകുമാരൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇവിടെ നിന്നും കൊണ്ടുപോകും. നിലവിൽ എന്തായാലും പ്രോസിക്യൂഷൻ അഭിഭാഷകരും കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഗ്രീഷ്മ കോടതിയിലുണ്ട്. ഗ്രീഷ്മയുടെ അമ്മ, അച്ഛൻ, ഷാരോണിന്റെ അച്ഛൻ, അമ്മ, സഹോദരൻ, കുടുംബാംഗങ്ങളെല്ലാം കോടതിയിലുണ്ട്. എല്ലാവരും കാത്തിരിക്കുന്നത് ഒറ്റ കാര്യത്തിനായാണ്. പ്രോസിക്യൂഷൻ പറഞ്ഞതുപോലെ പരമാവധി ശിക്ഷ ഉണ്ടാകുമോ, അതോ ഇരട്ട ജീവപര്യന്തമോ, അതോ ജീവപര്യന്തമോ, എന്താണ് ശിക്ഷ എന്നറിയാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് അവശേഷിക്കുന്നത്. പ്രോസിക്യൂഷൻ എന്തായാലും പരമാവധി ശിക്ഷ നൽകണം. തൂക്കുകയർ തന്നെ ഗ്രീഷ്മയ്ക്ക് നൽകണം. അപൂർവമായ ഒരു കേസായി ഇതിനെ പരിഗണിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇളവ് വേണമെന്ന കൃത്യമായി തന്നെയുള്ള ആവശ്യം ഉന്നയിക്കുകയാണ് പ്രതിഭാഗം. ഗ്രീഷ്മയുടെ പ്രായം, അതോടൊപ്പം തന്നെ പഠന പശ്ചാത്തലം, ഇതിനു മുൻപ് ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാതിരുന്നത് മാത്രമല്ല ഈ കൊലപാതകത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ടാണ് ഈ പ്രതിഭാഗം ഇത്തരമൊരു ഇളവ് ആവശ്യപ്പെടുന്നത്. 10 വർഷം ശിക്ഷയായി കുറയ്ക്കണം, അതിനപ്പുറത്തേക്ക് പോകരുത് എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ പ്രതിഭാഗം കഴിഞ്ഞ ദിവസം കോടതിയിൽ വാദിച്ചത്. ഇത് കോടതി അംഗീകരിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അധികം സമയം ഇനി അവശേഷിക്കുന്നില്ല. കേരളത്തെ ആകെ ഞെട്ടിച്ച സമയം അവശേഷിക്കുന്നില്ല. ഇനി ഒരു 5 മിനിറ്റിനുള്ളിൽ കോടതി നടപടി തുടങ്ങും. കോടതിക്കുള്ളിൽ സ്റ്റെഫിനുണ്ട്. അനന്തൻ, കോടതി പരിസരത്തെ ഒരു അന്തരീക്ഷം ഇപ്പോൾ എന്താണ്? ഒരുപാട് ആളുകൾ ഇവിടെ കോടതി പരിസരത്ത് തിങ്ങി നിൽക്കുന്നുണ്ട്. ക്യാമറ പാൻ ചെയ്താൽ കാണാൻ പറ്റും. ഇവിടെ കടകളൊക്കെ ഉണ്ട്. ആ കടകളുടെയൊക്കെ മുൻപിൽ ആളുകൾ കാത്തിരിക്കുന്നു. അവരെല്ലാം ഈ വിധി എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ്. ഗ്രീഷ്മയുടെ വിധി ഏതായാലും എഴുതി തയ്യാറാക്കി കഴിഞ്ഞു ന്യായാധിപൻ. അതിനി വായിച്ചാൽ മാത്രം മതി. 11 മണിക്ക് കോടതി ഇരിക്കുമ്പോൾ ആദ്യ കേസായി ഇത് പരിഗണിക്കുകയും മറ്റ് നടപടിക്രമങ്ങളൊന്നുമില്ല. നേരെ വിധി വായനയിലേക്ക് ന്യായാധിപൻ കടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഗ്രീഷ്മയ്ക്കെതിരെ 3 കുറ്റങ്ങൾ കോടതി കണ്ടെത്തുകയും അതിൽ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. 302 കൊലപാതകം, 364 കൊലപാതകത്തിന് വേണ്ടിയുള്ള തട്ടിക്കൊണ്ടുപോകൽ, IPC 328 ജീവഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ വിഷം നൽകൽ അടക്കമുള്ള 3 കുറ്റങ്ങളാണ് ഗ്രീഷ്മയ്ക്കെതിരെ തെളിഞ്ഞിരിക്കുന്നത്. തെളിവ് നശിപ്പിക്കൽ കുറ്റം ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽകുമാറിനെതിരെയും തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രീഷ്മയുടെ ശിക്ഷാവിധി എന്താകും എന്നുള്ളൊരു ആകാംക്ഷയിലാണ് കേരളമൊട്ടാകെയും. ഈ നെയ്യാറ്റിൻകരയിൽ ആ വിധി നേരിട്ട് കോടതിയിൽ നിന്ന് അറിയാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരുടെ മുഖത്തുള്ളത്. ഈ നെയ്യാറ്റിൻകര കോടതിയിൽ സമീപകാലത്ത് ഇത്തരം ഒരു വളരെ ചർച്ചയായ ഒരു കേസിന്റെ വിധി പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഈ നെയ്യാറ്റിൻകര കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഏകദേശം മുഴുവൻ അഭിഭാഷകരും ഈ കോടതി മുറിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ തിങ്ങി നിറഞ്ഞ് അഭിഭാഷകർ നിൽക്കുന്നുണ്ട്. ആ കോടതി വിധി അവർക്കൊരു പഠന വിഷയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അഭിഭാഷകരും സാഗൂതം ആ വിധി എന്താകും എന്ന് അറിയാൻ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഈ വിധി കേൾക്കാൻ വേണ്ടി വന്നതാണ്. എന്താണ് പ്രതീക്ഷിക്കുന്നത്? വധശിക്ഷ അതാണ്. അത്രയ്ക്ക് ഹീനമായ ഒരു കുറ്റമാണ്. കുറ്റം നിങ്ങളൊക്കെ അതാണോ പ്രതീക്ഷിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങളെ ഈ വാർത്ത അന്ന് വരുമ്പോഴും ഇപ്പം ഇതിന്റെ ശിക്ഷയിൽ കുറ്റക്കാരാണെന്ന് ഈ വാർത്തയുടെ ഒരു പ്രാധാന്യം കൊണ്ടാണ് ഇവിടെ വന്നത്. എങ്ങനെയാണ് നിങ്ങളെ ഇത് ബാധിച്ചത്? നമ്മളിവിടെ നെഗറ്റീവ് നിവാസികളാണ്. ഇതിന്റെ ഒരു സംഭവം ഇത്രയും വലിയൊരു സംഭവമായതുകൊണ്ട് അത് കേൾക്കാൻ വേണ്ടി വന്നേ. ചേട്ടൻ ഈ വിധി കേൾക്കാൻ വേണ്ടി വന്നേ? അതെ. ഈ വാർത്തയൊക്കെ കാണുമ്പോഴും അന്ന് ഈ കേസിന്റെ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ അറിയുമ്പോഴും ഇപ്പം ഈ വിധി കാത്തു നിൽക്കുമ്പോഴും എന്താണ് മാനസികാവസ്ഥ? ഇവർക്ക് തൂക്ക് ശിക്ഷ കൊടുക്കണം, അതാണ് ചെയ്യേണ്ടത്. സമൂഹത്ത് ജനം പഠിക്കണം, അത്രേ പറയാനുള്ളൂ. ചേച്ചി ഈ വിധി കാക്കാൻ വേണ്ടി വന്നതാണോ? ഇല്ല, ഞാൻ എൻ്റെ വക്കീലിനെ കാണാം, സൈമൻ സാർ. ഈ വിധിയെ കുറിച്ച് അറിയാമല്ലോ, ഗ്രീഷ്മയുടെ കേസ്. എന്താണ് പ്രതീക്ഷിക്കുന്ന ഒരു വിധി? നല്ലൊരു വിധി കൊടുക്കണം. ഒരു പാവപ്പെട്ട പയ്യനെ കൊന്നതുകൊണ്ട് അവർക്ക് നല്ലൊരു വിധി കൊടുക്കണം. അത് സ്നേഹിച്ചിട്ട് ബുദ്ധിമുട്ടിച്ചതല്ലേ, അതുകൊണ്ട് ഒരു ചതിയായിരുന്നു ചെയ്തത്. ചതി തന്നെ.
രാജീവ്, ഇതാണ് ഇവിടെ കൂടി നിൽക്കുന്ന ഒരുവിധം ആൾക്കാരുടെയൊക്കെ പ്രതികരണം. തൂക്കുകയറിൽ കുറഞ്ഞ ഒരു ശിക്ഷയും ഗ്രീഷ്മയ്ക്ക് ഉണ്ടാകരുത്. കാരണം ഒരു ചെറുപ്പക്കാരനെ അയാളെ സ്നേഹിച്ച് ആ സ്നേഹം ചൂഷണം ചെയ്ത് അയാളെ ചതിച്ച് കൊലപ്പെടുത്തി എന്നുള്ള ഒരു വികാരം പൊതുസമൂഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വധശിക്ഷയിൽ കുറഞ്ഞൊരു ശിക്ഷ, പരമാവധി ശിക്ഷ വേണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇവിടെ ഈ നെയ്യാറ്റിൻകര കോടതിക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരും പ്രകടിപ്പിക്കുന്നത്. ഇനി 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ കോടതി ചേരാൻ. കോടതിയിൽ ന്യായാധിപൻ കോടതിയുടെ ന്യായാധിപ കസേരയിൽ ഇരുന്നാൽ ഉടൻ തന്നെ ആദ്യ കേസായി ഇത് പരിഗണിക്കുകയും ഓർഡർ വായിച്ചു തുടങ്ങുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ ആകും കോടതിയിൽ നിന്നുണ്ടാവുക. അധികം ഇനി ഒരു നടപടിക്രമങ്ങളും ഇല്ല. കാരണം ശിക്ഷാവിധിയിലുള്ള വാദങ്ങളെല്ലാം പൂർത്തിയായി. ആ വാദത്തിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നുള്ളതാണ്. ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായി ആ കേസായിട്ട് പരിഗണിക്കുകയും ആ കുറ്റകൃത്യത്തിന്റെ ഹീനത എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഒരു വധശിക്ഷ നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. അതേസമയം ഡിഫൻസ് വിഭാഗം മുന്നോട്ട് വെച്ചിരിക്കുന്നത് പ്രതിയുടെ പ്രായവും പഠിക്കാൻ മിടുക്കിയാണ്, ബിരുദാനന്തര ബിരുദം കഴിഞ്ഞതാണ്, ഇനിയും ഒരുപാട് പഠിക്കാൻ ആഗ്രഹിക്കുന്നു, മാത്രമല്ല മാതാപിതാക്കളുടെ ഏക മകളാണ് എന്നുള്ള സെന്റിമെന്റൽ വാദമാണ് ഈ ഡിഫൻസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയുടെ വിധി വലിയ ആകാംക്ഷ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനൊരു കേസാണ്, മരിച്ചത് ഒരു ചെറുപ്പക്കാരൻ, കൊന്നതൊരു ചെറുപ്പക്കാരി. അപ്പോൾ രണ്ടുപേരുടെയും കാര്യത്തിൽ കോടതി ആരുടെ ഒപ്പം നിൽക്കും? ഈ കൊലപാതകത്തിന്റെ ഹീനത പൂർണ്ണമായും കോടതി ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിന് ഒരു മാതൃകയാകുന്ന വിധി കോടതിയുടെ ഭാഗത്തുണ്ടാകുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ വായിച്ച 3 കുറ്റങ്ങളും, ഈ പ്രതിക്കെതിരെ തെളിഞ്ഞിരിക്കുന്ന 3 കുറ്റങ്ങളും അത് ജീവപര്യന്തം മാത്രമല്ല വധശിക്ഷ വരെ നൽകാവുന്ന കുറ്റങ്ങളാണ്. അതിൽ